ഫക്കിംഗ് റയൽ മാഡ്രിഡ് ബാഴ്സലോണ ആരാധകർ റൊണാൾഡോ എന്ന് ഗേ എന്ന് വിളിച്ച ദിവസം എത്ര പേർക്ക് ഓർമ്മയുണ്ടാകും ആ ഒരു മത്സരം. ഏപ്രിൽ 2016 എൽ ക്ലാസിക്കോ. വേദി ക്യാമ്പ് നൗ ആണ്. യോഹാൻ ക്രൈഫ് മരിച്ചതിന് ശേഷമുള്ള ആദ്യ മാച്ച്. ക്രൈഫിന് വേണ്ടി ഒരു നിമിഷം ലോകം മൗനമാചരിക്കുന്നു. പക്ഷേ ആ ഒരു മിനിറ്റ് മൗനത്തിനിടയിൽ ബാഴ്സലോണ ഫാൻസിന്റെ ശബ്ദം സ്റ്റേഡിയം മുഴുവൻ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അവർ അന്ന് വിളിച്ചത് പ്യൂട്ട മാൻഡ്രിഡ്, ക്രിസ്ത്യാനോ മരക്കോൺ എന്നൊക്കെയായിരുന്നു. യെസ്, അവരുടെ ഏറ്റവും വലിയ ലെജൻഡുകളിൽ ഒരാൾ മരിച്ചതിന്റെ മൗനം ആചരിക്കുന്നതിനിടയിൽ ഫക്കിംഗ് റയൽ മാഡ്രിഡ്, റൊണാൾഡോ നീ ഒരു ഗേ ആണ് എന്നെല്ലാമാണ് അവർ വിളിച്ചു പറഞ്ഞത്. അവർക്കന്ന് മാൻഡ്രിഡിനോട് ഹെയ്റ്റ് അല്ലാതെ മറ്റൊന്നുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അന്ന് ഫുട്ബോൾ ലോകം സാക്ഷിയായത്. റൊണാൾഡോ അസ്വസ്ഥനാകുന്നത് ക്യാമറ കണ്ണുകൾ പകർത്തുന്ന അങ്ങയുടെ മുഖത്തു നിന്നും വളരെ വ്യക്തമായിരുന്നു. അങ്ങനെ ആ മത്സരം ആരംഭിക്കുന്നുണ്ട്. 56-ാം മിനിറ്റിൽ വിക്യുവിൻ്റെ ഗോളിൽ ബാഴ്സ ലീഡെടുക്കുന്നു. 62-ാം മിനിറ്റിൽ ബെൻസിമയിലൂടെ റയൽ തിരിച്ചടിക്കുന്നുണ്ട്. 83-ാം മിനിറ്റിൽ സെർജിയോ റാമോസ് റെഡ് കാർഡ് കണ്ട് പുറത്താകുന്നു. ക്യാമ്പ് നൗ ഏറെക്കുറെ വിജയമുറപ്പിച്ച് ഇളകി മറയുന്നുണ്ട്. പക്ഷേ മത്സരത്തിൻ്റെ അന്തിമ നിമിഷങ്ങൾക്കിടയിൽ 85-ാം മിനിറ്റിൽ ക്യാമ്പ് നൗ അപ്പാടെ നിശബ്ദത വ്യാപിച്ചു. അത് അയാളുടെ ഈഗോ കടന്ന രൂപം കാറ്റാലൻ ജനതയുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അവരുടെ മുറിവിളികളെ തല്ലിക്കെടുത്തി റൊണാൾഡോയുടെ ഗോൾ. കൂടെ ഒടുക്കം ബാഴ്സയുടെ 39 മാച്ച് അൺബീറ്റൻ റണ്ണ് റെക്കോർഡ് അവിടെ തീർത്ത് കളഞ്ഞയാൾ അവിടെ നിൽക്കുന്നത് കാണാം. അത് കഴിഞ്ഞയാൾ നേരെ ക്യാമ്പ് നൗ ഫാൻസിനെ നേരെ പോയി 2012 അതേ മണ്ണിൽ റയലിൻ്റെ ലീഗ് ടൈറ്റിൽ എടുത്തു കൊടുത്ത ശേഷം അന്ന് അയാൾ നടത്തിയ ഫേമസ് സെലിബ്രേഷൻ, അതെ കാമ സെലിബ്രേഷൻ. അയാൾ അപ്പോഴേക്കും മരിച്ച മനസ്സോടെ ഇരിക്കുന്ന കാറ്റലൻ ഗാലറിയോട് ചോദിക്കുന്നത് കാണാം, ഡു യു റിമെമ്പർ മീ എന്ന്. അപ്പോഴേക്കും അയാളുടെ നിഴൽ അവരെ നമ്രശിഷ്ടരാക്കി കഴിഞ്ഞിരുന്നു. ക്യാമ്പിനെ ഒരിക്കൽ കൂടി റൊണാൾഡോ എന്ന മഹാമേരുവിൻ്റെ ചൂട് അനുഭവിച്ചേർന്ന ദിവസം. എങ്ങനെ മറക്കാനാണ് ആ ഒരു മാച്ച്. Cristiano Ronaldo, the man who does it. Real Madrid this time, yes, are 2-1 up, and it's a brilliant bit of football from 10 men.